2500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി പൂർത്തീകരിച്ച ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്കൂളുകളിൽ പഠിച്ച ചരിത്രങ്ങൾ, ഈ ബാബിലോൺ സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം, റോമൻ സാമ്രാജ്യം, പേർഷ്യൻ സാമ്രാജ്യം, ഈ സാമ്രാജ്യങ്ങളെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. AD 70 അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു. റോമക്കാർ അവരെ ചിതറിച്ചു. നമ്മുടെ കേരളത്തിലും അവർ വന്നു പാർത്തു. അവർ അങ്ങനെ വരുമെന്നുള്ളത് മോശയും യേശുക്രിസ്തുവും മുമ്പ് കൂട്ടി പറഞ്ഞു. യഹൂദയുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ 4 ദിക്കിൽ നിന്നും ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും. ഇസ്രായേൽ കണ്ടുപിടിച്ച സാധനങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുകയാണെങ്കിൽ വേൾഡ് സ്റ്റാൻഡ് സ്റ്റില്ലാകും. ഏകസത്യദൈവം എന്ന് പറഞ്ഞ് ഇസ്ലാം ഉണ്ടാകുന്നത് AD 600 കഴിഞ്ഞാണ്. AD 600. അതിന് ഏതാണ്ട് 2000 വർഷം മുമ്പ് ബഹുദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം ഏകനാണെന്ന് ആദ്യമായി ലോകത്തെ പറയുന്നത് പഠിപ്പിച്ചതാരാ? യഹൂദനാണ്. നമസ്കാരം. ലൈഫ് ഫോക്കസിൻ്റെ ഈ പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ബൈബിൾ പ്രവചന വിഷയത്തിൽ അഗ്രഗണ്യനായ ദീർഘനാളുകളായി ഈ വിഷയം പഠിക്കുകയും അതുപോലെ തന്നെ ലോകരാജ്യങ്ങളിൽ വിവിധ വേദികളിൽ ഈ വിഷയം പ്രസംഗിക്കുകയും ചെയ്യുന്ന വേദപണ്ഡിതനും വേദ അധ്യാപകനുമായ ഇവാഞ്ചലിസ്റ്റ് ജോൺ P. തോമസ് ആണ് നമ്മുടെ മധ്യത്തിലുള്ളത്. സ്വാഗതം സാറ്. ദീർഘനാളുകളായിട്ട് ഈ വിഷയം വിവിധ വേദികളിൽ പ്രസംഗിക്കുന്നത് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ഈ പ്രവചന വിഷയങ്ങളാണല്ലോ താങ്കൾ കൂടുതലും കൈകാര്യം ചെയ്യുന്നത്. എന്താണ് ഈ പ്രവചന വിഷയങ്ങൾക്കുള്ള ഒരു പ്രാധാന്യം? ബൈബിള് തന്നെ ഒരു അത്ഭുത ഗ്രന്ഥമാണ്. ഏതാണ്ട് 66 ഗ്രന്ഥങ്ങളുടെ ഒരു ശേഖരമാണ് ബൈബിള്. ബൈബിൾ ഒരു പുസ്തകമല്ല. ബൈബിൾ എഴുതുവാനായിട്ട് ഏതാണ്ട് 1500 വർഷമെടുത്തു. 40 വ്യത്യസ്ത എഴുത്തുകാർ. അവരിലൂടെ മാനവരാശിക്ക് വേണ്ടതെല്ലാം ദൈവം വെളിപ്പെടുത്തി. ആ ബൈബിളിലെ ഒരു പ്രത്യേക ഭാഗമാണ് ബൈബിൾ പ്രവചനങ്ങൾ. ഏതാണ്ട് 18 ഗ്രന്ഥങ്ങൾ പ്രവചന ഗ്രന്ഥങ്ങളാണ്. 17 ഗ്രന്ഥങ്ങൾ പഴയ നിയമത്തിലും 1 ഗ്രന്ഥം പുതിയ നിയമത്തിലും പൂർണ്ണമായി പ്രവചന വിഷയങ്ങൾക്ക് മാറ്റിവെച്ചു. അവിടെ കൊണ്ട് തീരുകയല്ല, പ്രവചന ഗ്രന്ഥങ്ങളല്ലാത്ത പുസ്തകങ്ങളിലും പ്രവചന ഭാഗങ്ങൾ രേഖപ്പെടുത്തി. ഒരു വിധത്തിൽ പറഞ്ഞാൽ ബൈബിൾ ഒരു പ്രവചന ഗ്രന്ഥമാണ്. എന്താണ് ബൈബിളിൻ്റെ പ്രവചനങ്ങൾ? ദൈവത്തിന് ലോകത്തെ സംബന്ധിച്ച്, ഭാവിയെ സംബന്ധിച്ച്, രാഷ്ട്രങ്ങളെ സംബന്ധിച്ച്, മനുഷ്യനെ സംബന്ധിച്ച് വ്യക്തമായൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി മുമ്പ് കൂട്ടി തൻ്റെ ജനം അറിയണം. അങ്ങനെ ദൈവം വെളിപ്പെടുത്തി തന്നതാണ് പ്രവചന ഭാഗങ്ങൾ. നമ്മൾ ഒരു കാര്യം ഓർക്കണം, ബൈബിള് 2000 വർഷം മുമ്പാണ് എഴുതി പൂർത്തീകരിച്ചത്. അവിടെ ദൈവം പറയുന്നുണ്ട്, ഇതിനോട് ഇനി ആരും ഒന്നും കൂട്ടരുത്, ഒന്നും കുറയ്ക്കുകയും ചെയ്യരുത്. നമ്മൾ ഓർക്കുക, 2000 വർഷവും 2500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി പൂർത്തീകരിച്ച ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ലോകരാഷ്ട്രീയത്തിൽ ശ്രദ്ധിച്ചാലും സാമൂഹിക മേഖലയിൽ ശ്രദ്ധിച്ചാലും അതുപോലെ സാമ്പത്തിക മേഖലയിൽ ശ്രദ്ധിച്ചാലും കൃത്യമായി ബൈബിളിൽ എന്ത് പറഞ്ഞോ അതനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. അതെ. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചിട്ട്, ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന അനേകരില്ല. ഈ വിഷയം ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാനുള്ള കാരണം എന്താ? ഞാൻ യേശുക്രിസ്തുവായിട്ട് വ്യക്തിപരമായൊരു ബന്ധം ഉണ്ടാകുന്നത് 1974. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. അല്ലെങ്കിൽ വേറെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ വീണ്ടും ജനനം സംഭവിച്ചു. ഓക്കെ. അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസിയായിരുന്നു. അതെ. അപ്പോൾ എന്നോട് ക്രിസ്തുവിലേക്ക് എന്നെ നയിച്ച വ്യക്തി പറഞ്ഞു, ബൈബിള് വായിക്കണം, പ്രാർത്ഥിക്കണം. ഒരു ശിശുവിനെ പോലെ ഞാൻ അനുസരിക്കുകയാണ്. പക്ഷേ ദൈവം അതിന് മുമ്പ് എന്നെ ഒരുക്കാൻ തുടങ്ങി. ഞാൻ പൊതുവേ നല്ല വായനാശീലമുള്ളൊരു വ്യക്തിയായിരുന്നു. എനിക്ക് നോവലുകളും കഥകളും വായിക്കുന്ന ഇഷ്ടമല്ല. എനിക്കിഷ്ടമുള്ളത് ചരിത്രങ്ങളും മനുഷ്യൻ്റെ ജീവചരിത്രങ്ങളും ഒക്കെ വായിക്കുന്നത്, റിയൽ ലൈഫിലുള്ളത് വായിക്കുന്നതായിരുന്നു ഇഷ്ടം. അങ്ങനെ ഹിസ്റ്ററി എനിക്ക് താല്പര്യമായിരുന്നു. ഈ ബൈബിൾ ഒരു ചരിത്ര പുസ്തകമാണല്ലോ. ബൈബിൾ ഒരു ചരിത്ര ഗ്രന്ഥമാണ്. ഞാനിങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാനിയേലിൻ്റെ പ്രവചനത്തിൽ ഞാൻ വന്നു. ദാനിയേലിൻ്റെ പ്രവചനത്തിൽ വന്നപ്പോൾ കഴിഞ്ഞുപോയ സാമ്രാജ്യങ്ങൾ, ഉദാഹരണമായിട്ട് റോമൻ സാമ്രാജ്യം, അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് സ്കൂളുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ സ്കൂളുകളിൽ പഠിച്ച ചരിത്രങ്ങൾ, ഈ ബാബിലോൺ സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം, റോമൻ സാമ്രാജ്യം, പേർഷ്യൻ സാമ്രാജ്യം,
ഈ സാമ്രാജ്യങ്ങളെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് എനിക്ക് വളരെ താല്പര്യം ജനിപ്പിച്ചു. ഞാൻ ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചു, പക്ഷേ എനിക്കറിയില്ല. പല വാതിലുകൾ ഞാൻ മുട്ടി നോക്കി. ഞാൻ അന്ന് ചെയ്തത്, ഞാനൊരു തീരുമാനമെടുത്തു, എന്ത് വില കൊടുത്തു ഇത് മനസ്സിലാക്കണം. അങ്ങനെ കിട്ടാവുന്ന എല്ലാ ബുക്കുകളും എനിക്ക് കിട്ടാവുന്നത് ഞാൻ വായിക്കാനും മേടിക്കാനും തുടങ്ങി. ഞാൻ ഇങ്ങനെയുള്ള പഠനങ്ങൾ കിട്ടുന്നിടത്ത് വളരെ വിരളമായിട്ടേ കിട്ടത്തുള്ളൂ. വളരെ ആർത്തിയോട് പോകാൻ തുടങ്ങി. പക്ഷേ ആ ദൈവം എന്നെ ഒരുക്കുകയായിരുന്നു. അങ്ങനെ ഈ പ്രവചന വിഷയങ്ങളിൽ ഞാൻ തൽപരനായി. 74 തൊട്ട് ഇന്നേക്ക് ഏതാണ്ട് 50 വർഷമായി. 50 വർഷമായി ഒരു വിദ്യാർത്ഥിയാണ് ശരിക്ക്. ഇന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഇസ്രായേലിനെ കുറിച്ച് അല്പസമയം സംസാരിക്കാം. ഇന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ എല്ലാ കണ്ണുകളും ഇസ്രായേലിലേക്കാണ്. ഞാൻ താങ്കളുടെ പല പ്രസംഗങ്ങൾ യൂട്യൂബിൽ ധാരാളം പ്രസംഗങ്ങൾ കേൾപ്പുണ്ട്. ദീർഘവർഷങ്ങളായിട്ട് ഇസ്രായേലിനെ കുറിച്ചും അവരുടെ ചരിത്രത്തെക്കുറിച്ചും ഭാവിയിൽ അവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസംഗിക്കുന്ന ആളാണ്. ഇന്നത്തെ ഈ പശ്ചാത്തലത്തിൽ എല്ലാ കണ്ണുകളും ഇപ്പോൾ ഇസ്രായേലിലേക്കാണ്. എന്തുകൊണ്ടാണ് ഇസ്രായേലിന് ഇത്ര പ്രാധാന്യം ലോകപരമായിട്ടും അതുപോലെ ബൈബിളിലും ഇത്ര പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ട്? എന്നോട് ചോദിച്ചൊരു ചോദ്യം, എന്തുകൊണ്ടാണ് എല്ലാ കണ്ണുകളും ലോക മാധ്യമങ്ങളിലുമെല്ലാം ഇസ്രായേലിലോട്ട് തിരിഞ്ഞിരിക്കുന്നത്? ഞാൻ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ഒരു കാര്യം ഓർപ്പിക്കാം. നമ്മളൊരു റോഡിൽ പോകുമ്പോൾ നമ്മൾ ബാനറുകളുമൊക്കെ കാണാറുണ്ട്. ഈ ബാനറുകൾ നമ്മൾ കാണുന്നത് കെട്ടിയിരിക്കുന്നതിൻ്റെ കാരണം ആ ബാനറിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയാണ്. ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട് മാനവരാശിക്ക്, പ്രത്യേകിച്ച് ജാതികൾ എന്ന് മലയാളം ബൈബിളിൽ വരുന്നത് നേഷൻസ് എന്ന, രാഷ്ട്രങ്ങൾ എന്ന ഇംഗ്ലീഷിൽ. രാഷ്ട്രങ്ങൾക്ക് ദൈവം ഒരു കൊടി ഉയർത്തി. ഞാൻ ആ വാക്യം എടുത്ത് വായിക്കണോ? വായിച്ചാൽ നന്നായിരിക്കും. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിലെ അവിടെ വളരെ വ്യക്തമായി ദൈവം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ ഒരു ബാനറാണ് ഇസ്രായേൽ രാഷ്ട്രം. അഥവാ അടയാളമെന്ന് വേണേലും പറയാം. അടയാളമെന്ന് പറയാം. ഒരു ബാനറും തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ആ വാക്യം വേണമെന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 10-ാം വാക്യം തൊട്ട് വായിക്കണം. എല്ലാ വാക്യങ്ങളും ഞാൻ വായിക്കുന്നില്ല. അതിൻ്റെ 11-ാം വാക്യത്തിൽ, അന്നാളിൽ കർത്താവ് തൻ്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും മിസ്രൈമിൽ നിന്നും പത്രോസിൽ നിന്നും കൂശിൽ നിന്നും ഏലാമിൽ നിന്നും ഷീനാറിൽ നിന്നും ഹാമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ 2-ാം പ്രാവശ്യം കൈ നീട്ടും. അതായത് അവരെ മടക്കിക്കൊണ്ടിരുന്ന കാര്യമാണ്. നമുക്കറിയാം 2000 വർഷം ഇവർ രാഷ്ട്രമില്ലാതെ ലോകത്തിൽ അനേക രാജ്യങ്ങളിൽ ഉഴന്നു നടക്കുകയാണ്. അവർക്ക് രാജ്യമില്ല. AD 70 അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു. റോമക്കാർ അവരെ ചിതറിച്ചു. നമ്മുടെ കേരളത്തിലും അവർ വന്ന് പാർത്തു. കേരളത്തിൽ കൊച്ചിയിലും കൊടുങ്ങല്ലൂരും മാളയിലും വന്നു. അവർ അങ്ങനെ വരുമെന്നുള്ളത് മോശയും യേശുക്രിസ്തു മുമ്പ് കൂട്ടി പറഞ്ഞു. യേശുക്രിസ്തു സംഭവിക്കുന്നതിന് 40 വർഷം മുമ്പ് പറഞ്ഞു, നിങ്ങൾ വാളിൻ്റെ വായ്ത്തലാൽ വീഴും, സകല ജാതികളിലേക്ക് നിങ്ങൾ ബദ്ധരായി പോകും. അങ്ങനെ ബദ്ധരായി പോയവരാണ് ഇവർ. അപ്പോൾ അവർക്ക് തിരിച്ചു വരിക എന്നുള്ളത് ഒരു അസാധ്യമായ കാര്യമാണ്. അവരുടെ രാജ്യം അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ രാഷ്ട്രം മറ്റനേകർ ജീവിച്ചുകൊണ്ടിരിക്കുക, മറ്റനേകരുടെ കൈകളിലാണത്. അത് ഇവർക്കിനിയും തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെ ദൈവം പറയുന്നു, ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരാൻ കൈ നീട്ടും. ദൈവം കൈ നീട്ടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ബലം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഉപയോഗിക്കുമ്പോൾ അടുത്തായിട്ട് വായിക്കുന്നത്, അവൻ ജാതികൾക്കൊരു കൊടി ഉയർത്തി ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദയുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ 4 ദിക്കിൽ നിന്നും ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും. ഇവിടെ ഒരു കൊടി എന്നാണ്. എന്നാൽ ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഹി ഹാസ് റേസ്ഡ് എ ബാനർ ഫോർ ദ നേഷൻസ്. ചില ഭാഷാന്തരത്തിൽ ഹി ഹാസ് റേസ്ഡ് എ എൻസൈൻ ഫോർ ദ നേഷൻസ്. രാഷ്ട്രങ്ങൾക്കൊരു മുന്നറിയിപ്പ്, രാഷ്ട്രങ്ങൾക്കൊരു കൊടി, രാഷ്ട്രങ്ങൾക്കൊരു ബാനർ. അപ്പോൾ ബാനർ കളത്തിയത് ദൈവമാണ്. ഇവരെക്കുറിച്ചുള്ള വാർത്തകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഒരു കാലത്തല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പ്രസിദ്ധമായ മാസികയാണ് ടൈം മാഗസിൻ. ഒരു രാഷ്ട്രീയ മാസികയാണ് ടൈം മാഗസിൻ. എനിക്ക് വായിക്കാൻ വളരെ ഇഷ്ടമുള്ളൊരു മാസികയാണ് ടൈം മാഗസിൻ. ടൈം മാഗസിനിനകത്തൊരു ആർട്ടിക്കിൾ വരിക എന്ന് പറഞ്ഞാൽ അതൊരു ആധികാരികമായ ആർട്ടിക്കിളാണ്. ലോകത്തിൽ മറ്റ്
എഴുത്തുകളിലും ഗ്രന്ഥങ്ങളിലൊക്കെ എടുത്ത് കോട്ട് ചെയ്യും ടൈം മാഗസിനകത്ത് വന്ന വാർത്തകൾ. ടൈം മാഗസിനകത്ത് ഒരു ആർട്ടിക്കിൾ വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. ടൈം മാഗസിൻ്റെ ആ പുറംചട്ടയിൽ ഒരു ഇത് പേര് വെച്ച് ഒരു വിഷയം വരികയാണെങ്കിൽ അതിൻ്റെ ആധികാരികതയാണ് അതിനകത്ത് വരുന്നത്. ഈ ടൈം മാഗസിനകത്ത് ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെക്കുറിച്ച് ഏതാണ്ട് 39 അതിലധികമോ പ്രാവശ്യം ഇതിനകത്ത് ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, പുറം ചട്ടയിൽ തന്നെ. എന്ന് പറഞ്ഞാൽ ഇവർ കോൺസ്റ്റൻ്റ്ലി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. എന്തുകൊണ്ടാണ് മറ്റുള്ളവർ അവരെക്കുറിച്ച് അങ്ങനെ സംസാരിക്കുന്നത്? കാരണം ദൈവം മനുഷ്യനോട് വീണ്ടും വീണ്ടും ഉണർത്തിക്കുകയാണ്. അതായത് ഇവർ സാധാരണ രാജ്യമല്ല, ഇവരെ മടക്കിക്കൊണ്ടുവന്നത് ഞാനാണ്, അവരോടുള്ള ഭാവി കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ് എന്ന് ദൈവം വ്യക്തമായി ഓർപ്പിക്കുകയാണ്. ഇവരെക്കുറിച്ചുള്ള മീഡിയയിലുള്ള ഇന്നത്തെ ഈ ഭയങ്കരമായ സംസാരവും മീഡിയയിൽ കാണുന്ന ഈ റിപ്പോർട്ടുകളൊക്കെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങളിലൂടെ ഇന്ന് ഈ ക്രൈസ്തവർ എന്ന് പറയുന്ന വിഭാഗത്തിന് ഇസ്രായേൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. അതുപോലെ ക്രൈസ്തവ രാജ്യങ്ങൾക്ക് മറ്റൊരു കാര്യം നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ അറിയാൻ താല്പര്യമുള്ള ഒരു പ്രധാന വിഷയമാണ്. ഈ ബൈബിളിൽ നാം പരിശോധിച്ചാൽ ദൈവം തിരഞ്ഞെടുത്ത ഒരു ജാതിയാണ് യഹൂദന്മാർ. അങ്ങനെ ദൈവം എന്തുകൊണ്ട് ഒരു ജാതി എന്തിനു തിരഞ്ഞെടുത്തു? അല്ലെങ്കിൽ ലോകത്തെ അനേക ജാതികളുണ്ട്, അതിൽ ഇവർക്ക് മാത്രം എന്തോ ഒരു പ്രത്യേകത ദൈവം കൽപ്പിക്കുന്നു? നമ്മൾ പ്രാരംഭമായി എന്നോട് ചോദിച്ചു ക്രിസ്ത്യാനികൾക്ക് എന്താണ് ഇവരോടുള്ള ഒരു പ്രത്യേകത. കാരണം നമ്മുടെ പ്രസംഗങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് സാറിൻ്റെ പ്രസംഗങ്ങളിലൊക്കെ ധാരാളം ഈ വിഷയം ഇസ്രായേൽ പ്രധാന വിഷയമായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഉദാഹരണമായിട്ട് അമേരിക്കയാണ് ലോകത്തിലെ ഇന്നത്തെ ഏറ്റവും പവർഫുൾ എക്കണോമിക്കലി, സൈനികപരമായിട്ടൊക്കെ. ആ രാജ്യത്ത് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഇവരോട് അടുത്ത് നിൽക്കുന്നതിൻ്റെ കാരണം എന്നാ? അതിൻ്റെ കാരണം ലോകത്തിലെ ഏക പ്രൊട്ടസ്റ്റൻ്റ് രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. വേറെ പ്രൊട്ടസ്റ്റൻ്റ് രാജ്യമില്ല. കാത്തലിക് ചർച്ച് രാജ്യങ്ങളുണ്ട്. പ്രൊട്ടസ്റ്റൻ്റ് രാജ്യം ഒരു രാജ്യമുണ്ടെങ്കിൽ അത് അമേരിക്കയാണ്. ഈ അമേരിക്ക പ്രൊട്ടസ്റ്റൻ്റ് രാജ്യമായതുകൊണ്ട് അവർ ബൈബിൾ വിശ്വസിക്കുന്നവരാണ്. അമേരിക്കയിലെ ബൈബിൾ ബിലീവിങ് ബെൽറ്റ് എന്ന് പറയുന്ന ഏരിയ തന്നെയുണ്ട്. ഈ റിപ്പബ്ലിക്കൻസ് എന്ന് പറയുന്ന പാർട്ടിക്ക് 2 പാർട്ടിയുള്ളല്ലോ അവിടെ, റിപ്പബ്ലിക്കൻസും ഡെമോക്രറ്റ്സും. ഈ റിപ്പബ്ലിക്കൻസ് മെയിൻലി ബൈബിൾ ബിലീവിങ് ആളുകളാണ് പ്രധാനമായി. അവരെ സംബന്ധിച്ച് യഹൂദൻ അല്ലെങ്കിൽ ഇസ്രയേൽ എന്ന് പറയുമ്പോൾ ഈ ബൈബിളിൻ്റെ പ്രവചനങ്ങളുടെ നിവൃത്തികളാണ് ഇവരെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കുന്നത് കൊണ്ട് അവർക്ക് പ്രാധാന്യത കൊടുത്തുകൊണ്ടാണ് ഈ രാജ്യത്തിൻ്റെ ഓരോ തീരുമാനങ്ങൾ. പിന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് നമ്മൾ ഓർക്കണം, ഈ രാജ്യത്തിൽ ഇവർ ഈ ബൈബിള് നമുക്ക് നൽകിയതാരാ? ക്രിസ്ത്യാനികളുടെ പുസ്തകം എന്ന് പറയുന്നത് ഈ ബൈബിളാണ്. ഈ ബൈബിളാണല്ലോ ദൈവത്തിൻ്റെ ഗ്രന്ഥം. പൗലോസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം, ഞാൻ ആ വാക്യം തന്നെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. യഹൂദനായ പൗലോസ് തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിപ്പം ബ്രദർ എന്നോട് ചോദിച്ച ചോദ്യം തന്നെയാണ്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് ആ ചോദ്യം: എന്നാൽ യഹൂദൻ എന്ത് വിശേഷത? അല്ല, പരിച്ഛേദനകൾ എന്ത് പ്രയോജനം? അപ്പോൾ യഹൂദൻ എന്താ വിശേഷത എന്നുള്ളത് ചോദിക്കുകയാണ്. വൈ ദേ ഹാവ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ ഹിസ്റ്ററി ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ പൗലോസ് ആദ്യം പറഞ്ഞത് മറുപടി എന്താണെന്നറിയാം? ഒന്നാമത് ഉണ്ട്, വളരെ പ്രാധാന്യതയുണ്ട്, സകല വിധത്തിലും വളരെ ഉണ്ട്. ഒന്നാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടെന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാനവരാശിയോട് സംസാരിക്കാനുള്ളതാണ് ഈ ബൈബിളിലൂടെ വെളിപ്പെടുത്തിയത്. അപ്പോൾ ഈ ബൈബിള് വാസ്തവത്തിൽ എഴുതിയതാരാ? യഹൂദനാണ് എഴുതിയത്. ഈ 1500 വർഷം കൊണ്ട് 40 വ്യത്യസ്ത എഴുത്തുകാരെ കൊണ്ട് ദൈവം എഴുതിച്ച് തന്നതാണ് ഈ പുസ്തകം, ഈ ബൈബിൾ എന്ന് പറയുന്നത്. ഈ 66 ഗ്രന്ഥങ്ങൾ എഴുതുവാൻ 40 എഴുത്തുകാർ, അതിലൊരു എഴുത്തുകാരനേ ഉള്ളൂ യഹൂദനല്ലാത്ത, ലൂക്കോസ് എന്ന് പറയുന്നത്. പുതിയ നിയമത്തെ എഴുതി, പഴയ നിയമം മുഴുവൻ യഹൂദനാണ് എഴുതിയത്. പുതിയ നിയമവും ഒരാൾ ഒഴിച്ച് ബാക്കിയെല്ലാം യഹൂദനാണ്. അപ്പോൾ പൗലോസ് തന്നെ പറയുന്നുണ്ട് ഇവരുടെ പ്രത്യേകത എന്താ യഹൂദന്? വളരെ ഉണ്ട്. ഒന്നാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കലാണ് ഏൽപ്പിച്ചത്. അവരെ സംബന്ധിച്ച് അവർ ലോകത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവർ മറ്റ് രാജ്യങ്ങളെക്കാട്ടിൽ, മാനവരാശിയെക്കാട്ടിൽ അല്പം കൂടെ ഐക്യമുള്ളവരാണ്.
ബുദ്ധിയുള്ളവരാണ്. നമ്മൾ നോക്കിയാൽ ലോകത്തിലെ കണ്ടുപിടുത്തങ്ങൾ ആരായി കണ്ടുപിടുത്തങ്ങളുടെ പുറകിൽ ചിലപ്പം കാണാം ഇവരെ ബോയ്ക്കോട്ട് ചെയ്യണം. ഇസ്രയേൽ കണ്ടുപിടിച്ച സാധനങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുകയാണെങ്കിൽ വേൾഡ് സ്റ്റാൻഡ് സ്റ്റില്ലാകും. ഇപ്പം മീഡിയ ഇവിടെ ഉപയോഗിക്കുന്നു. ഈ മീഡിയാസിൽ ഉപയോഗിക്കുന്ന നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഈ എല്ലാം ഓൾമോസ്റ്റ് എന്താ അവർ കണ്ടുപിടിക്കാത്തതെന്ന് ചോദിച്ചാൽ ചിന്തിച്ചാൽ മതി. ബാക്കി മുഴുവൻ യഹൂദൻ്റെ കണ്ടുപിടുത്തങ്ങളാണ്. മെഡിക്കൽ ഫീൽഡിലും ഈ ഫീൽഡുകളിലെല്ലാം അവരാണ് തന്നിരിക്കുന്നത്. ഇവർ മരുന്നുകൾ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് വേൾഡിൽ ഈ ആറ്റം ബോംബ് കണ്ടുപിടിച്ച് യഹൂദനാണ്. കമ്മ്യൂണിസം ആരാ സ്ഥാപിച്ചേ? കാരൽ മാർക്സ് യഹൂദനാണ്. പൊളിറ്റിക്സിൽ ഇവരാണ്. എലിസബത്ത് ടൈലർ ഏറ്റവും വലിയ ആക്ട്രസ്, ഷീസ് എ ജൂ, അവരൊരു ജൂ ആണ്. ലോകത്തിൽ നമ്മൾ അറിയാൻ വയ്യാത്ത ഒരുപാട് പേര് യഹൂദന്മാരുണ്ട് പ്രസിദ്ധരായ. അമേരിക്കയിലെ വളരെ പ്രസിദ്ധനായ ഫോറിൻ സെക്രട്ടറി ആയിരുന്നു സ്റ്റേറ്റ് സെക്രട്ടറി ഹെൻറി കിസിംഗർ, യഹൂദനാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ ഡിസ്രേലി യഹൂദനാണ്. നമുക്കറിഞ്ഞുകൂടാ, യഹൂദനാണോന്ന് തന്നെ അറിഞ്ഞുകൂടാ. പലരും പലരെ ഭയങ്കരമായിട്ട് ഈ ബാങ്കിങ് വേൾഡ്, ബാങ്കിങ് ഈ യൂറോപ്പ്, ഞാൻ ഒരു ഗൾഫ് രാജ്യത്ത് ഞാൻ 18 വർഷം ജോലി ചെയ്തതാണ്. ഞാൻ അവിടെ ഇരുന്നപ്പോൾ നോട്ട് ചെയ്തൊരു കാര്യമാണ്, യൂറോപ്യൻ ബാങ്കുകൾ, ഉദാഹരണമായിട്ട് ഇങ്ങനെ ഗ്രിൻലേസ് മുതലായ യൂറോപ്യൻ ബാങ്കുകളൊക്കെ പാരീസിൻ്റെ ബാങ്ക് ഇങ്ങനെയുള്ള ഈ ബാങ്കുകൾ മിഡിൽ ഈസ്റ്റിലുണ്ട്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ ബാങ്കുകൾ അങ്ങനെയില്ല. അന്ന് ഉള്ള ഒരു ബാങ്ക് എന്ന് പറഞ്ഞാൽ സിറ്റി ബാങ്ക്. അമേരിക്കൻ ബാങ്കുകൾ എന്നാ അവിടെ ഇല്ലാത്ത? അന്ന് ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് ഇസ്രയേൽ ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞ്, അതായത് ഗൾഫിലെ അറബി രാജ്യത്ത് എന്ത് റെക്കമെൻഡ് ചെയ്താലും LC ഓപ്പൺ ചെയ്യണം, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ബാങ്കുകളിൽ. LC ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ വേണം. ആ സർട്ടിഫിക്കറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇസ്രയേലുമായിട്ട് ബന്ധമില്ലാത്തതാണ്, അവിടെ പ്രൊഡ്യൂസ് ചെയ്യാത്തതാണ്. ഈ LCയുടെ കൂടെ ഇസ്രയേലി ബോയ്ക്കോട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ അവിടെ ഇറക്കാനൊക്കത്തുള്ളൂ. അങ്ങനെ ഈ ബാങ്കുകളും അമേരിക്കൻ ബാങ്കുകൾ അവിടെ ഇല്ല. കാരണം മിക്ക ബാങ്കുകളും യഹൂദൻ്റെ കയ്യിലാണ്. ഇപ്പം അതിന് ചിലപ്പം മാറ്റം വന്നു കാണുമായിരിക്കല്ലേ? ഇപ്പം മാറി. ഇപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ ബൈബിളിൽ നിന്ന് തന്നെ കാണിച്ചു തരാം. ഇപ്പോൾ സമാധാനമായി പല അറബ് രാജ്യങ്ങളും ഇസ്രായേലുമായിട്ട് ഒരു കൂട്ടം രാജ്യങ്ങൾ സമാധാനത്തിലായി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവർ ഫൈനാൻഷ്യൽ വേൾഡിലെ ലോകത്തിൽ പ്രസിദ്ധന്മാരായ ആളുകളാണ്. ഇവർക്കറിയാം പണം എങ്ങനെ ഉണ്ടാക്കണമെന്ന്. കാരണം അവരെ പ്രവാസികളായി കിടക്കുമ്പോൾ അവർക്ക് യൂറോപ്പിലൊന്നും സ്ഥലം മേടിക്കാൻ അനുവദിച്ചില്ല. കെട്ടിടം പണിയാനോ സ്ഥലം മേടിക്കാനോ അങ്ങനെ ഈ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവരെ അനുവദിച്ചില്ല. കാരണം അവർ പ്രവാസികളായി കിടക്കുകയാണ്, അവർ നമ്മുടെ രാജ്യക്കാരല്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ ഗോൾഡ് മെർച്ചൻസും ജൂവൽസിൻ്റെ മെർച്ചൻസായി. അങ്ങനെ ഈ പണം കൈകാര്യം ചെയ്ത് അവർ ഭയങ്കര എക്സ്പേർട്സായി. അതുപോലെ കൃഷി കാര്യങ്ങളിൽ അത് ലോകത്തിൽ പല കൃഷിയുടെ വൈദഗ്ധ്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഡെലിഗേറ്റ്സ് പോയി അവരുടെ അടുക്ക പോയി പഠിച്ചുകൊണ്ട് തിരിച്ചു വരിക. ഈ ഡ്രിപ്പിംഗ് സിസ്റ്റം ഇങ്ങനെയുള്ളതൊക്കെ പഠിപ്പിച്ചത് യഹൂദനാണ്. യഹൂദൻ ആ നിലയിൽ ബുദ്ധിപരമായിട്ട് വളരെ പ്രാധാന്യതയുണ്ട്. അവന് ഐക്യു, ഉദാഹരണമായിട്ട് നോബൽ പ്രൈസ്, ലോകത്തിൻ്റെ 1% പകുതി പോലും ഇല്ല അവർ. പക്ഷേ അവർ മേടിച്ച നോബൽ പ്രൈസ് വേറെ ഒരു രാജ്യവും മേടിച്ചിട്ടില്ല. സയൻസിലും അതുപോലെ തന്നെ കെമിസ്ട്രിയിലും ഒക്കെ നോബൽ പ്രൈസ് മേടിച്ച അഗ്രഗണ്യന്മാർ ഇവരാണ്. ഏറ്റവും കൂടുതൽ നോബൽ പ്രൈസ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ തീർച്ചയായിട്ടും ഒരു പ്രത്യേക ജനമാണ്. നമ്മൾ അതിൻ്റെ ഒരു കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഞാനത് വായിച്ച് കേൾപ്പിക്കാം. ഇപ്പം കണ്ടു, ദൈവത്തിൻ്റെ വചനം അവരുടെ കയ്യിലാണ് കൊടുത്തത്. ആവർത്തന പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, അതിൻ്റെ 4-ാം അധ്യായത്തിൽ ദൈവം അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. ഈ വചനം അവർക്ക് കൊടുത്തിട്ട് അതിൻ്റെ 4-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് ദൈവം അവരോട് പറയുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 5 തൊട്ടുള്ള വാക്യമാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അതായത് നിങ്ങൾ അനുസരിച്ച് നടപ്പാനായി എൻ്റെ ദൈവമായ യഹോവ എന്നോട് കൽപ്പിച്ച പോലെ ഞാൻ നിങ്ങളുടെ ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചു തന്നിരിക്കുന്നു. മോശ പറയുകയാണ്, അവയെ പ്രമാണിച്ച് നടപ്പേൻ. ഇത് തന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവുമായിരിക്കുന്നത്. അവർ ഈ കൽപ്പനകളൊക്കെയും കേട്ടിട്ട് ഈ ശ്രേഷ്ഠജാതി ജ്ഞാനവും
വിവേകമുള്ള ജനമെന്ന് തന്നെയെന്ന് പറയും. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഒക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ഏതുള്ളൂ? ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഈ സകല ന്യായപ്രമാണം പോലെ ഇത്ര നീതി ചട്ടവും വിധിയുള്ള ശ്രേഷ്ഠജാതി ഏതുള്ളൂ? ഇവിടെ എടുത്തു പറയുന്നുണ്ട്, ഈ ശ്രേഷ്ഠജാതി ജ്ഞാനവും വിവേകമുള്ള ഒരു ജനമായിത്തീരും. അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വചനം അവരുടെ കയ്യിൽ കൊടുത്തു. ഈ ദൈവത്തിൻ്റെ വചനം അവരെ ജ്ഞാനികളാക്കി മാറ്റി. അപ്പം യഹൂദന് എന്ത് വിശേഷത? പൗലോസ് ചോദിച്ചു. വളരെ ഉണ്ട്. ഒന്നാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കലേൽപ്പിച്ചു. അവരുടെ കയ്യിൽ ലഭിച്ച ഈ വചനം അതൊരിക്കലും ഡിസ്റ്റോർട്ടഡ് ആകുവാൻ, തിരുത്തുവാനൊന്നും അവരനുവദിച്ചില്ല. അവർ വളരെ വില കൊടുത്തു. നമ്മൾ കുംബ്രാൻ കേവ്സിൽ കണ്ടുപിടിച്ച കൈയെഴുത്ത് പ്രതികളൊക്കെ, അതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ജീവിതം അതിനുവേണ്ടി മാറ്റിവെച്ച്, ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും വേണ്ടാന്ന് വെച്ച് ചാവുകടലിൻ്റെ തീരത്തുള്ള ഗുഹകളിൽ വന്ന് പാർത്ത് ഈ ബൈബിൾ എഴുതുവാനായിട്ട് എഴുതി അത് കലങ്ങളിൽ സൂക്ഷിച്ചതാണ്. അപ്പോൾ അവരതിന് വളരെ വില കൊടുത്തു. അവരിത്ര ശ്രേഷ്ഠജാതിയായി തീർന്ന, ജ്ഞാനവും വേഗമുള്ളൊരു ജാതിയായി തീരാൻ കാരണം ദൈവത്തിൻ്റെ വചനമാണ്. നമ്മൾ ഓർക്കണം, മറ്റ് ആളുകളൊക്കെ ദൈവം എങ്ങനെയാണ്, എന്താണ് എന്ന് തപ്പി നടക്കുമ്പോൾ ദൈവം തന്നെ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, അതായത് ദൈവം അഭിസംബോധന ചെയ്ത, നേരിട്ട് കണ്ട് സംസാരിച്ച ലോകത്തിൽ വേറെ ഒരു രാഷ്ട്രവുമില്ല. സീനായ് പർവ്വതത്തിൽ അവർ ഇറങ്ങി വന്ന് ഈ ജനം അവിടെ കിടക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം മലയിൽ ഇറങ്ങി വന്നു, അവരോട് സംസാരിച്ചു. അങ്ങനെ ഒരു ജാതി ലോകത്തിലില്ല വേറെ. അപ്പോൾ അവരുടെ പ്രത്യേകതകളുടെ ഒരു പ്രത്യേകതയാണത്. ദൈവം അവരോട് നേരിട്ട് സംസാരിച്ചു. ദൈവത്തിന് പറയാനുള്ളത് ദൈവം അവരുടെ കയ്യിൽ കൊടുത്തു, എഴുതി കൊടുത്തു. അതാണ് വിശുദ്ധ ബൈബിള്. പിന്നെ നമ്മൾ ഓർക്കുമ്പോൾ വളരെ പ്രാധാന്യതയുള്ളൊരു കാര്യം, ഇവരെ ദൈവം ഒരുക്കിയെടുത്തത് നമ്മെയും സ്നേഹിക്കുന്നുണ്ടാണ്. നമ്മൾ യഹൂദന്മാരല്ല, പക്ഷേ നമ്മളെ സ്നേഹിക്കുന്നു. അതായത് യഹൂദന്മാരല്ലാത്ത ഒരു ഭാഗം അവരെയാണ് ഈ ദൈവജനമായ ബൈബിളിൽ ജാതികൾ എന്ന് പറയുന്നത്. ഈ ജാതികൾ എന്ന് പറയുന്നത് ശരിക്കും നേഷൻസ് എന്ന് ഇംഗ്ലീഷ് വഴി വായിച്ച, അതായത് യഹൂദനല്ലാത്തവരൊക്കെ മറ്റേ രാഷ്ട്രങ്ങൾ, അതർ നേഷൻസ്. ഈ രാഷ്ട്രങ്ങളെ ദൈവം സ്നേഹിച്ചു. അവരുടെ അന്ധത കൊണ്ടും ദൈവത്തിൽ നിന്നൊക്കെ അവർ അകന്നു പോയതുകൊണ്ടും ദൈവസ്നേഹത്തിന് കുറവൊന്നുമില്ല. അവരെ രക്ഷപ്പെടുത്തണം. അവരെ രക്ഷപ്പെടുത്താനായിട്ട് ദൈവത്തിന് ഒരു മാർഗമേ ഉള്ളൂ. ഒന്നാമത് ദൈവം എങ്ങനെയാണ്, ദൈവം വിശുദ്ധനാണെന്നുള്ളത് ഈ ബൈബിൾ പഠിപ്പിച്ചു. രണ്ടാമത് ദൈവം ഏകനാണെന്നുള്ളത് ഇവരിലൂടെയാണ് പഠിപ്പിച്ച്. നമ്മൾ ഓർക്കണം, ഇസ്ലാം ഉണ്ടാകുന്നത് ഏതാണ്ട് AD, ഏകസത്യദൈവം എന്ന് പറഞ്ഞ് ഇസ്ലാം ഉണ്ടാകുന്നത് AD 600 കഴിഞ്ഞാൽ, AD 600. അതിന് ഏതാണ്ട് 2000 വർഷം മുമ്പ് ഇവർക്കൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ പേരാണ് ക്ഷമ. SHEMA. ക്ഷമ എന്ന് പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്. അത് ഭക്തന്മാരായ യഹൂദന്മാർ എന്നും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എങ്ങനെയാണെന്നറിയോ? അതിനകത്തൊരു സെൻറ്റൻസ് ഞാൻ വായിക്കാം. ഇസ്രായേലേ കേൾക്ക, യഹോവയായ നമ്മുടെ ദൈവം, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. അതായത് ആവർത്തനം 6:4. ഭക്തരായ യഹൂദൻ ഇതും പ്രാർത്ഥിക്കും, ദ ലോർഡ് ഗോഡ് ഈസ് വൺ. ദൈവം ഏകനാണ്. ബഹുദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം ഏകനാണെന്ന് ആദ്യമായി ലോകത്തെ പറയുന്നത് പഠിപ്പിച്ചതാരാ? യഹൂദനാണ് പഠിപ്പിച്ചത്. അവൻ്റെ പ്രാർത്ഥന ഇന്നും ഇതാണ്, ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. അവൻ ഏക ദൈവമാണ്. അതിന് പറയുന്നത് മോണോത്തീസം എന്ന, വൺ ഗോഡ്, ഒരു ദൈവം. അത് നമ്മൾ ഓർക്കണം. ആദ്യമായി ലോകത്തെ പഠിപ്പിച്ച വ്യക്തികളെന്ന് പറഞ്ഞാൽ ഈ യഹൂദന്മാരാണ്. അത് ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, ദൈവം വിശുദ്ധനാണ്, അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധരായിരിക്കണം. മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ, അതായത് ലൈംഗികമായും മറ്റും അരാജകത്വം നിറഞ്ഞൊരു ലോകത്തിലാണ് അതായത് കനാനിൽ അവർ വന്ന് കയറുന്നത്. അങ്ങനെയാണ് കനാനിനെ നീക്കിക്കളയുവാനായിട്ട് ആവശ്യപ്പെട്ട് അവിടെ ഇവരെ വിശുദ്ധരാക്കി സൂക്ഷിക്കാൻ ദൈവത്തിൻ്റെ വചനം കൊടുത്തു, പ്രവാചകന്മാരെ കൊടുത്തു. അവർക്ക് മറ്റ് കാര്യങ്ങളൊക്കെ ദൈവം ക്രമീകരിച്ചു, യാഗങ്ങളും ആരാധനയൊക്കെ കൊടുത്തു. അതിൻ്റെ കാരണം അവരെ ഒരു പ്രത്യേക ജനമാക്കി തീർക്കണം. എന്തിനാ ദൈവത്തിന് അങ്ങനെ ഇവരെ പ്രത്യേക ജനമാക്കേണ്ടത്? പറയാം.
യെശയ്യാവ് 43 നമ്മൾ വരുമ്പോൾ ദൈവം ഈ കാര്യം പറയുന്നുണ്ട്. ദൈവം ഇവരെ എന്തിനാണ് ഇങ്ങനെ പ്രത്യേകതയാക്കിയത്? ഇന്ന് യഹൂദനൊരു പ്രത്യേക ജനമല്ലേ? എന്തിനാണ് അവനെ പ്രത്യേക ജനമാക്കി മാറ്റിയത്? ഇങ്ങനെ യെശയ്യാവ് 43:10 ഞാനൊന്ന് വായിക്കാം. ദൈവമോട് പറയുന്ന കാര്യമാണ്. 43:10 ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികൾ, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസൻ, യു ആർ മൈ വിറ്റ്നസ്. വീണ്ടും നമ്മൾ 44:8 വായിക്കുന്നുണ്ട്. 44:8 നിങ്ങൾ ഭയപ്പെടേണ്ട, പേടിക്കുകയും വേണ്ട, പണ്ട് തന്നെ ഞാൻ നിന്നോട് പ്രസ്താവിച്ച് കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ എൻ്റെ സാക്ഷികളാകുന്നു. ഞാനല്ലാതെ വേറെ ദൈവമില്ല. ഉണ്ടോ? ഞാനല്ലാതെ വേറെ ദൈവമില്ല, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. അതായത് ഒരു സാക്ഷി എന്ന് പറഞ്ഞാൽ ആരാണ് ഒരു സാക്ഷി? കോടതിയിൽ ആരാ സാക്ഷി? ഒരു കാര്യം കണ്ട ഒരു വ്യക്തി അല്ലെ കേട്ട ഒരു വ്യക്തി. ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ അപ്പോസ്തലന്മാർ പറയുന്നത് എന്താ? ഞങ്ങളുടെ കൈ തൊട്ടത്, ഞങ്ങളുടെ കണ്ണ് കണ്ടത്, ഞങ്ങൾ കേട്ടത് ജീവൻ്റെ വചനം. അവർ സാക്ഷികളാണ്. ഒരു അപ്പോസ്തലനായിട്ടിരിക്കണമെങ്കിൽ യേശുക്രിസ്തുവിനെ കാണണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ അപ്പോസ്തലൻ അല്ലയോ, ഞാൻ കർത്താവിനെ കണ്ടിട്ടില്ലയോ എന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? യു നീഡ് ടു ഹാവ് എ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ടു ബി എ വിറ്റ്നസ് ഓർ എൻ അപ്പോസ്റ്റൽ. യഹൂദനെ സംബന്ധിച്ച് ദൈവം അവരെ തിരഞ്ഞെടുത്തത് അവർ ദൈവത്തിൻ്റെ സാക്ഷികളായിരിക്കണം. ആരോടാ? മറ്റ് ജാതികളോട്, മറ്റ് രാഷ്ട്രങ്ങളോട്. ഏകസത്യ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ചും ദൈവം ആരാണെന്നുള്ളതും ഒക്കെ ദൈവത്തോടെങ്ങനെ നിരപ്പ് പ്രാപിക്കാം, ഈ കാര്യങ്ങളൊക്കെ ലോകത്തെ പഠിപ്പിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു സാക്ഷികളാണ് യഹൂദന്മാർ. ദൈവികമായ കാര്യങ്ങൾ മറ്റുള്ളവരോട് വെളിപ്പെടുത്താൻ. അതുകൊണ്ട് ദൈവം എന്താ ചെയ്തതെന്നറിയാമോ? ഇവർക്ക് കൊടുത്ത സ്ഥലം എവിടെയാ? ഈ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമാണല്ലോ അവരുടെ പൂർവ്വപിതാവ്. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാൻ എനിക്ക് ദേശത്തോട്ട് പോകാൻ പറഞ്ഞു. ഇന്ന സ്ഥലമാണെന്നൊന്നും ദൈവം പറഞ്ഞില്ല. ഇന്ന സ്ഥലം. ഈ പുള്ളിക്കാരന്, ഈ അബ്രഹാം എവിടെ ജീവിക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. മെസ്സപ്പൊട്ടോമിയ എന്ന് പറയുന്ന സ്ഥലമാണ്. മെസ്സപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം ബിറ്റ്വീൻ 2 rivers എന്ന, 2 നദികളുടെ ഇടയിലുള്ള സ്ഥലമാണ്. ഗ്രീക്കിൽ മെസ്സപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ 2 rivers എന്ന് പറഞ്ഞാൽ യൂഫ്രട്ടസ് ടൈഗ്രീസ് നദി, ഈ നദികളുടെ ഇടയിലുള്ള ഭാഗമാണ് മെസ്സപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ. അത് എന്തോ ഒരു ഫെർട്ടൈലാണ്. പഴയ കാലത്തൊക്കെ നദികളെന്നൊക്കെ ഉള്ളിടത്താണല്ലോ ആളുകൾ പാർക്കുന്നത്. അതുപോലെ ഫെർട്ടൈലായ ഒരു സ്ഥലത്ത് ജീവിക്കുകയാണ് അബ്രഹാം. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിക്കുന്ന ദേശത്തേക്ക് പോകാൻ, നിൻ്റെ ദേശത്തെ വിടുക, നിൻ്റെ സ്വന്തം ഭവനത്തെ വിടുക. ഉൽപ്പത്തി 12 വായിക്കുന്നു. നമ്മൾ ഓർക്കണം, യാതൊരു അറിവും കൊടുത്തില്ല ഇൻ്റെതാ സ്ഥലമെന്ന്, നടക്കുകയാണ്. അവസാനം എവിടെ വന്നത്? നമ്മൾ മരുഭൂമിയിലാണ് വന്നത്. ബർഷേബ എന്ന് പറയുന്ന സ്ഥലത്ത് വരുമ്പോൾ ഇന്നത്തെ നെഗവ് മരുഭൂമിയാണ് ബർഷേബ. ഈ സ്ഥലം നിനക്കുള്ളതാണ്. വെസ്റ്റ് ബാങ്കിൻ്റെ സ്ഥലത്ത് വന്നു, ഇത് നിനക്ക് നിൻ്റെ സന്തതിക്കുള്ളതാണ്. ദൈവം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഇതാണ് നിൻ്റെ സ്ഥലം. ദൈവം അവരെ ആ സ്ഥലത്ത് കൊണ്ടുവന്നു. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഭൂമിയുടെ മധ്യഭാഗം. ഇസ്രായേലിനെ എന്തുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ള വിഷയത്തിലേക്ക് ദൈവം തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ സാക്ഷികളായിത്തീരണം. ദൈവത്തിൻ്റെ സാക്ഷികളായിത്തീരണം. ദൈവത്തിൻ്റെ വചനങ്ങൾ അവർ എഴുതണം. ദൈവം ലോകത്തെ സ്നേഹിച്ചു. കാരണം ആ സ്നേഹിച്ചത് കൊണ്ട് ദൈവത്തിന് ഒരു രക്ഷാമാർഗം ഒരുക്കി കൊടുക്കണം. അതിന് ദൈവം ചെയ്തത് എന്താ? ദൈവത്തിൻ്റെ പുത്രനെ ഒരു മനുഷ്യനായി ഭൂമിയിൽ അയക്കുമ്പോൾ യഹൂദൻ്റെ മധ്യത്തിലോട്ട് അയച്ച്. ബൈബിളിൽ യോഹന്നാൻ 1 വായിക്കുന്നത് എന്താ? അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരവനെ കൈക്കൊണ്ടില്ല. നമ്മൾ വളരെ വ്യക്തമായി ഓർക്കണം. ഞാൻ 1-2 വാക്യം ഒന്ന് വായിക്കാം. റോമലേഖനം 9:5 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. യഹൂദനെ കുറിച്ച് പറയുകയാണ്, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ, ജഡപ്രകാരവും ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്. ജഡപ്രകാരവും ക്രിസ്തുവും അവരിൽ നിന്നാണ് ഉത്ഭവിച്ചത്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം എടുത്ത് നോക്കി, യേശുക്രിസ്തുവിൻ്റെ വംശാവലി എഴുതിയിട്ടുണ്ട്, ജീനിയോളജി. അതെ, 1-ാം അധ്യായം. ആ 1-ാം അധ്യായം എവിടുന്നാണ് തുടങ്ങിയത്? അബ്രഹാമിൻ്റെ അവിടെ തൊട്ട് താഴ്ത്ത് വരിക. അപ്പം ജഡപ്രകാരം ഒരു മനുഷ്യനായി ഭൂമിയിൽ ക്രിസ്തു വരുമ്പോൾ അവൻ ജനിക്കുന്നത് യഹൂദനിൽ നിന്നാണ് ജനിക്കുന്നത്. വേറൊരു വാക്യം കൂടി ഞാൻ കാണിക്കാം.
യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലൊരു വാക്യമുണ്ട്. പ്രവാചകൻ പറയുകയാണ് 9:6, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു എന്ന് പേർ വിളിക്കും. അവിടെ നോക്കി, നമുക്ക്, ഒരാൾക്കല്ല, ബഹുവചനമാണ്. നമുക്ക്, അൻടു അസ്, യഹൂദന് അൻടു അസ്, നമുക്കൊരു മകനെ നൽകി, നമുക്കൊരു ശിശു ലഭിച്ചു. റോമലേഖനം വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിൽ അവിടെ സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അത് യഹൂദ രാഷ്ട്രമാണ്. അവിടെ വായിക്കുന്നുണ്ട്, സർവ്വഭൂമിയെയും ഇരുമ്പുകോൾ കൊണ്ട് വേയിക്കേണ്ട ആൺകുട്ടിക്ക് അവൾ ജന്മം കൊടുത്തു. അപ്പോൾ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് പിതാവ് അയച്ചപ്പോൾ അവനെ അയച്ചത് ഒരു യഹൂദ ഒരു പെൺകുട്ടിയിൽ ജനിക്കാൻ വേണ്ടിയാണ്. മറിയ ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. അവൻ്റെ വളർത്തുപിതാവ് യോസേഫും അവരൊക്കെ യഹൂദന്മാരാണ്. ഒരു യഹൂദ രാഷ്ട്രത്തിനാണ് അവനെ കൊടുത്തത്. പക്ഷെ അവനെ കൊടുത്തത് എന്തിനാ? ലോകത്തിൻ്റെ രക്ഷകനായി തീരാനാണ്. ഈ യേശുക്രിസ്തു വരുന്നത് പാപത്തിൻ്റെ പരിഹാരം വരുത്താനാണ്. ഏത് മാനവരാശിയുടെയും പാപത്തിൻ്റെ പരിഹാരം ദൈവം അവനിലൂടെ വരുത്തുകയാണ്. അതിന് ക്രൂശിൽ അവൻ മരിക്കേണ്ടി വന്നു, പരമയാഗമായി തീർന്നു. ആ യാഗത്തിൽ വിശ്വാസമർപ്പിക്കുന്നവർക്ക് നിത്യരക്ഷ പ്രദാനം ചെയ്യുവാൻ ദൈവം സർവ്വലോകത്തെയും സ്നേഹിച്ചു. യോഹന്നാൻ 3:16 വായിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. വലിയൊരു രക്ഷാ പദ്ധതി ദൈവം ഒരുക്കുകയായിരുന്നു അല്ലേ? അത് ഈ രാജ്യത്തിലൂടെ ഒരുക്കി. തീർച്ചയായിട്ടും ഇസ്രായേലിന് അത്ര പ്രാധാന്യം ഉണ്ട്. ആ നിലയിൽ, എല്ലാ നിലയിലും. എന്നാൽ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ കേൾക്കുന്ന പ്രേക്ഷകർക്കും ലോകരക്ഷകനായ യേശുക്രിസ്തു എന്ന രക്ഷകനെ നൽകിയ ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ളത് മനസ്സിലാക്കുവാനും, മാത്രമല്ല യേശുക്രിസ്തുവിൽ താങ്കൾ പറഞ്ഞ പോലെ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് പാപങ്ങൾ തന്നിൽ ഏറ്റുപറഞ്ഞ് യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് എത്ര വലിയ പാപിയാണേലും ഒരു രക്ഷ ലഭിക്കുവാനായിട്ട് ദൈവം വഴിയൊരുക്കി. 2 ദാനം. 1, അവരിലൂടെ ദൈവം ബൈബിൾ നൽകി, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നൽകി. 2, ദൈവം അവരിലൂടെ ഒരു രക്ഷകനെ നൽകി. അപ്പം നമ്മളെ സ്നേഹിച്ചുകൊണ്ടല്ലേ അത് ചെയ്തത്. അത് നമുക്ക് പ്രദാനം ചെയ്ത ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ചോദിച്ചില്ലേ, ക്രിസ്ത്യാനികൾക്ക് എന്താണ് യഹൂദ രാഷ്ട്രം ഇത്ര പ്രത്യേകത? അതിൻ്റെ ഏറ്റവും വലിയ കാരണം ഇത് തന്നെയാണ്. ഓക്കെ, നമുക്ക് മറ്റു ചില വിഷയങ്ങളിലൂടെ കടക്കണം. ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകർ അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കണം. ഇസ്രായേലിൻ്റെ മറ്റ് പ്രത്യേകതകൾ, പ്രത്യേകിച്ച് ഈ നാളുകളിൽ ഇസ്രായേലിന് എത്രമാത്രം പ്രാധാന്യം ലോകരാജ്യങ്ങൾ നൽകുന്നുണ്ട്. മാത്രമല്ല, ഇന്ന് യുദ്ധമുഖരിതമായൊരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ നാം ഇനി കേൾക്കാൻ പോകുകയാണ്. ഇന്ന് ഞങ്ങളെ കേട്ട എല്ലാ പ്രേക്ഷകർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളോടൊപ്പം ആയിരുന്ന കർത്തദാസൻ ജോൺ ബി തോമസ് അവர்களോടും നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.